കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനും KSRTCയുടെ ഡ്രൈവർ ശ്രീ യദുവും തമ്മിലുള്ള ഒരു തർക്കത്തെ സംബന്ധിച്ചാണ്. ഇതിനെപ്പറ്റി പ്രതികരണം ചോദിച്ചപ്പോൾ ഞാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞായിരുന്നു, രണ്ടുപേരുടെയും വാദം കേട്ടു, ആരുടെ ഭാഗത്താണ് ശരിയെന്ന് എനിക്ക് വ്യക്തതയില്ല, അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാനില്ലായിരുന്നു. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? മാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ ഞാൻ ആ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഒരുപക്ഷെ ആ KSRTC ബസ് വളരെ വേഗത്തിൽ വന്നിട്ടുണ്ടാകാം, അപ്പൊ ഇവര് ഭയപ്പെട്ടിട്ടുണ്ടാകാം, അതിൽ നിന്നുണ്ടായ പ്രശ്നമായിരിക്കും. അതിലൊരു ചതി ഇല്ലേ? എന്ത് ചതി? പക്ഷേ ഇപ്പൊ എനിക്ക് അതിനകത്ത് പ്രതികരിക്കാനായിട്ട് തോന്നുന്ന അതിന്റെ ഒരു ഗ്രാവിറ്റി വർദ്ധിപ്പിക്കുന്നത് CPM ഈ വിഷയത്തിനകത്ത് എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ അപ്പൊ ഇതിനകത്ത് ഇനി ആരുടെ ഭാഗത്തെ തെറ്റെന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞു. ഇനി പോട്ടെ, ശ്രീമതി ആര്യയുടെ ഭാഗത്തെ തെറ്റെന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കാണാനില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. വളരെ ഫ്രഷ് ആയിട്ടുണ്ട്. മാത്രമല്ല കേരളീയ പൊതുസമൂഹത്തിന് CPMുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് മെമ്മറി കാർഡ് കാണാതാകുക, CCTV ഫുട്ടേജുകൾ മിന്നലേറ്റ് പോവുക എന്നൊക്കെ പറയുന്നത് വളരെ പുതിയ കാര്യമായതുകൊണ്ട് നമ്മളെല്ലാവരും അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. ഇന്നിപ്പോ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭാ മെമ്പറുമായ നമ്മുടെ റഹീമിന്റെ ഒരു പത്രസമ്മേളനം കണ്ടു, മാധ്യമ സമ്മേളനം കണ്ടു. ആ മാധ്യമ സമ്മേളനത്തിനകത്ത് അദ്ദേഹം പറയുന്നത് സച്ചിൻ ദേവ് ബസ്സിനകത്ത് കയറി ടിക്കറ്റ് എടുത്ത് ഡിപ്പോയിലേക്ക് പോകാൻ ശ്രമിച്ചു എന്നാണ്. കഴിഞ്ഞ ദിവസം ശ്രീമതി ആര്യ പറഞ്ഞത് സച്ചിൻ ദേവ് ബസ്സിനകത്തേക്ക് കയറിയിട്ടേ ഇല്ല എന്നാണ്. സംശയമൊന്നുമില്ലല്ലേ? അതിനകത്തേക്ക് പൊരുത്തക്കേടെന്ന് പറയുന്നത് അദ്ദേഹം പറയുകയാണ് ബസ്സിനകത്ത് ടിക്കറ്റ് എടുത്തു. MLA മാർക്ക് KSRTC ബസ്സിനകത്ത് പാസ് ഉള്ള കാര്യം അറിയാത്ത ആളാണോ ശ്രീ A റഹീം? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.